സംസ്ഥാനത്ത് മിക്കയിടത്തും കനത്ത മഴയാണ് അനുഭവപ്പെടുന്നത്. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് തന്നെയാണ് മുന്നറിയിപ്പ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വരും മണിക്കൂറുകളിൽ ഇടിയോട് കൂടിയ മഴയ്ക്കും 40 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മഴ കനത്ത സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്നാണ് സർക്കാർ നിർദ്ദേശം. സുനിഷ അയ്യലൂർ നൽകും വിവരങ്ങൾ. സുനിഷ, വലിയ മഴക്കെടുതി തന്നെയാണ് അനുഭവപ്പെടുന്നത്. എറണാകുളം ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ രൂക്ഷമായ വെള്ളക്കെട്ടുമുണ്ട്. പെട്ടെന്ന് ഇത്തരത്തിൽ മഴ കൂടാനുള്ള കാരണം എന്താണ്? കാലവർഷം 31-ന് എത്തുമെന്നാണല്ലോ അറിയിച്ചിരുന്നത്. വിനീത, അതുതന്നെയാണ്. കാലവർഷം ഏതായാലും അടുത്തിരിക്കുന്നു എന്നതാണ്. അടുത്ത ഈ 31-നകം കാലവർഷം അടുക്കും. ഈ കേരള തീരത്ത് ഇപ്പോൾ കാലവർഷത്തിന് അനുകൂലമായ സാഹചര്യമാണ് എന്നതാണ്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വ്യാപകമായ മഴ ഏതായാലും സംസ്ഥാനത്ത് ഒട്ടുമിക്ക ഇടങ്ങളിലും ലഭിക്കുന്നത്. അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ 6 ജില്ലകളിൽ നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് നിലവിൽ ഇപ്പോൾ മഴ മുന്നറിയിപ്പ് ഉള്ളത്. നാളെ മുതൽ അങ്ങോട്ട് ഈ പത്തനംതിട്ട മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലും മഴ മുന്നറിയിപ്പ് തുടരുമെന്നതാണ്. യെല്ലോ അലേർട്ടാണ് നൽകിയിരിക്കുന്നത്. വരുന്ന ദിവസങ്ങളിലും അതിശക്തമായ മഴ ഈ മധ്യ തെക്കൻ കേരളത്തിൽ ശക്തമായി തന്നെ ലഭിക്കുമെന്നത് തന്നെയാണ്. കാലവർഷം അടുത്തു തുടങ്ങി. അതുകൊണ്ട് തന്നെ ശക്തമായ മഴ, അതിതീവ്ര മഴ വരുന്ന ദിവസങ്ങളിലും പ്രതീക്ഷിക്കാം. ഒപ്പം തന്നെ ശക്തമായ കാറ്റിനുള്ള സാധ്യത കൂടിയുണ്ട്. 40 മുതൽ 50 കിലോമീറ്റർ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിനാണ് സാധ്യത. അത്തരത്തിലുള്ള അതീവ ജാഗ്രതകൾ പാലിക്കണമെന്നൊരു നിർദ്ദേശം കൂടി ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നുണ്ട്. ഒപ്പം തന്നെ കേരള തീരത്ത് കടലാക്രമണത്തിനും ഉയർന്ന തിരമാലയ്ക്കുമുള്ളൊരു സാധ്യത മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകുന്നതിന് വിലക്ക് ഇപ്പോഴും തുടരുകയാണ്. ഈ വിനിത പറഞ്ഞതുപോലെ ഈ തുടർച്ചയായി കഴിഞ്ഞ ദിവസങ്ങളിലെ രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു. ഇപ്പോൾ അല്പ ശമനമുണ്ടെങ്കിൽ പോലും വരുന്ന മണിക്കൂറുകളിലും മഴ ശക്തമാകുമെന്നൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ പലയിടത്തും വെള്ളക്കെട്ടൊക്കെ തന്നെ വ്യാപകമായി തുടരുകയാണ്. വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുകയാണ്. ഒപ്പം ഉയർന്ന കാറ്റ്, അത് പലയിടത്തും മരം വീണ് ഗതാഗതം തടസ്സപ്പെടുന്ന രീതിയിലേക്ക്, ഈ വൈദ്യുതി കമ്പികളിലേക്ക് ഈ മരം വീണ് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ പോകുന്നുണ്ട്. ഏതായാലും ഈ ഒരു പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. വരുന്ന ദിവസങ്ങളിൽ അതിതീവ്ര മഴയ്ക്കാണ് സാധ്യത. അടുത്ത 2 ദിവസത്തിനകം തന്നെ കാലവർഷം കേരള തീരത്തേക്ക് എത്തുമെന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. വിനീത. സുനിഷ, ഈ എറണാകുളം, തിരുവനന്തപുരം, കൊല്ലം ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ, താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ വലിയ വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത്. മേഘവിസ്ഫോടനമാണെന്ന രീതിയിലുള്ള സംശയങ്ങളും കാലാവസ്ഥാ വിദഗ്ധർ നൽകുന്നുണ്ട്. ഈ മഴക്കെടുതികളിൽ എന്ത് ജാഗ്രതയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ നടപടികളാണ് ഇപ്പോൾ സർക്കാർ സ്വീകരിക്കുന്നത്? കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങൾ നമ്മൾ ഈ മഴക്കെടുതി രൂക്ഷമായി കണ്ടതാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മഴ ശക്തമാകുമ്പോൾ എന്തൊക്കെ മുൻകരുതലുകളാണ് സർക്കാർ സ്വീകരിക്കുന്നത്? വിനിത പറഞ്ഞതുപോലെ തന്നെയാണ്. ഈ മഴ ശക്തമാകുന്നതോടുകൂടി പല താഴ്ന്ന പ്രദേശങ്ങളും വെള്ളക്കെട്ടിലാകുന്നത് ഇപ്പോൾ ഒരു സ്ഥിരം കാഴ്ചയായി മാറുകയാണ്. പ്രധാനമായും തിരുവനന്തപുരത്തായാലും ഇപ്പോൾ ഈ കൊച്ചിയിൽ കണ്ടതുപോലെ എറണാകുളത്തായാലും വ്യാപകമായ ഒരു വെള്ളക്കെട്ട് രൂക്ഷമാകുന്നു. ഒരുപക്ഷെ എറണാകുളത്ത് ഇത്തരത്തിൽ വെള്ളക്കെട്ട് ഇന്ന് രൂക്ഷമായത് മേഘവിസ്ഫോടനമാണോ എന്നൊരു സംശയം ഇപ്പോഴും നിഴലിക്കുന്നുണ്ട്. ഏതായാലും സ്ഥിരീകരണം വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അതിന്റെ പശ്ചാത്തലത്തിലാകാം ഇത്തരത്തിലുള്ളൊരു വെള്ളക്കെട്ട് എന്നത് തന്നെയാണ് അനുമാനിക്കുന്നത്. പക്ഷേ ഈ തിരുവനന്തപുരത്തും കൊല്ലത്തും ഒക്കെ സംബന്ധിച്ചിടത്തോളം താഴ്ന്ന പ്രദേശങ്ങൾ ഈ രീതിയിൽ വെള്ളക്കെട്ടിനിടയിലാകുന്നത് സ്വാഭാവികമായി ഉണ്ടാകുന്നൊരു സാഹചര്യമാണ്. പല സമയത്തും ഉണ്ടാകാറുണ്ട്. പക്ഷേ ഈ നാട്ടുകാരോ അല്ലെങ്കിൽ മറ്റു എല്ലാവരും പറയുന്നത് പ്രകാരം ഈ ഓടകൾ നവീകരണം നടന്നില്ല എന്നതാണ്. ഓടകൾ കൃത്യമായി വൃത്തിയാക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടന്നിട്ടില്ല. കാരണം കാലവർഷം അടുക്കാൻ ഇനി 3 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോഴൊന്നും അതിന് തയ്യാറെടുക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ളൊരു പ്രശ്നം എന്നതാണ് നാട്ടുകാർ പറയുന്നതും. ഏതായാലും കഴിഞ്ഞ ദിവസം ഇതിന്റെ ഭാഗമായി സർക്കാർ തലത്തിലൊരു ചർച്ച നടന്നിരുന്നു, യോഗം കൂടിയിരുന്നു. എന്തൊക്കെ രീതിയിലുള്ള നടപടികൾ എടുക്കാമെന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. ഏതായാലും ഓട വൃത്തിയാക്കൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ കാലവർഷം അടുക്കുന്നതിന് മുന്നേ തന്നെ 31-നകം തന്നെ പൂർത്തിയാക്കുമെന്നൊരു ഉറപ്പാണ് മന്ത്രി നൽകുകയും ചെയ്തിരുന്നത്. ഏതായാലും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് തുടരുമെന്നത് അറിയിക്കുന്നുണ്ട്. അതിനിടയിലാണ് ഈ പറയുന്നത് പോലെ ഇനി വരുന്ന ദിവസങ്ങളിൽ ജാഗ്രത പാലിക്കണം. അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. കാലവർഷം ഇത്തവണ കടുക്കുമെന്നൊരു മുന്നറിയിപ്പ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ലഭിച്ചതോടുകൂടി അതിനനുസരിച്ചുള്ള ജാഗ്രതാ നിർദ്ദേശം ഏതായാലും സർക്കാർ തലത്തിലും നൽകുന്നുണ്ട്. നേരത്തെ മുഖ്യമന്ത്രി അടക്കം ഈ വിഷയത്തിൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. മാറി താമസിക്കേണ്ട സാഹചര്യം വരികയാണെങ്കിൽ അത്തരത്തിൽ അതിനോട് സഹകരിക്കേണ്ടതുണ്ട്. തീരദേശത്തുള്ളവർ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഉൾപ്പെടെ തുറക്കാൻ തന്നെയാണ് സാധ്യത. ഏതായാലും മഴ കനക്കുകയാണ്, ജാഗ്രത വേണമെന്ന് തന്നെയാണ് സർക്കാർ നൽകുന്ന മുന്നറിയിപ്പും.